ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തി ഫിസിക്കൽ നീഡ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ ഇന്റൻഷൻ ഫിസിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ലവ് അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അവർക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അതിലേക്കൊന്നും അവര് ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കുന്നില്ല. ഈ ഒരു രീതിയിൽ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയുള്ള വ്യക്തികളെ മനസ്സിലാക്കാൻ സാധിക്കാം? ചില ആളുകൾ ഇങ്ങനെയുള്ള സൈൻസ് മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു റിയൽ ആയിട്ടുള്ള ലവ് ആണ്, അല്ലെങ്കിൽ അതൊരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത് തെറ്റിദ്ധരിക്കും. സോ അവരുടെ ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് എന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അവരിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അത് അവരുടെ സംസാരത്തിലാണെങ്കിലും പ്രവൃത്തികളിലാണെങ്കിലും കൂടുതലായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഏറ്റവും ക്ലിയർ ആയ ഒരു സൈനാണ്, ഇവർക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഒരു ആവശ്യം ഉണ്ടായിരിക്കും. ആ ആവശ്യം നിറവേറ്റാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും നിങ്ങളോട് അവർ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു ടൈം നിങ്ങൾക്ക് തരുന്നത്. എപ്പോഴും ആ ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടും, അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം സാധിക്കാനുണ്ട് എന്നുള്ളത് തീർച്ചയായിരിക്കും. ആ ഒരു സമയത്ത് മാത്രം നിങ്ങളോട് കൂടുതൽ സ്വീറ്റ് ആയിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണ് എന്ന ഭാവത്തിൽ, അല്ലെങ്കിൽ അത് പ്രിട്ടൻഡ് ചെയ്തുകൊണ്ട് സംസാരിക്കുക. സോ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ്, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലേക്ക് വേണ്ടതായിട്ടുള്ള യാതൊരുവിധ കോൺട്രിബ്യൂഷനോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു എഫേർട്ട് എടുക്കുക എന്ന് പറയുന്നതൊന്നും അവരുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കില്ല. അവരെന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, ആ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമായിരിക്കും നിങ്ങളോട് കൂടുതലായിട്ട് അടുത്ത് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നത് പോലും. രണ്ട്, ഇങ്ങനെയുള്ള ആളുകളുടെ സംസാരവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും ഇത്തരത്തിൽ ബോഡി പാർട്സിനെ കുറിച്ച്, അല്ലെങ്കിൽ അവരൊക്കെ എപ്പോഴും സംസാരിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംസാരമോ, അല്ലെങ്കിൽ എങ്ങനെ ലൈഫ് എന്താണ്, നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യുന്നത്, നിങ്ങളുടെ ഫീലിങ്സിനെ കുറിച്ച്, നിങ്ങളുടെ ഇമോഷൻസിനെ കുറിച്ച്, നിങ്ങൾ ഓക്കെ ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് അപ്ഡേറ്റ്സിനെ കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അവർക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല. അവരെപ്പോഴും സംസാരിക്കുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് എസ്കേപ്പ് ചെയ്തുകൊണ്ട് വീണ്ടും ഇതേ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള സബ്ജക്റ്റിലേക്ക് കൊണ്ടുവരിക. മാത്രമല്ല, എന്തെങ്കിലും ഒരു കാര്യത്തിൽ കോംപ്ലിമെന്റ് ചെയ്യുന്നത് പോലും പേഴ്സണൽ ആയിട്ടായിരിക്കില്ല, അപ്പോഴും ഫിസിക്കൽ ആയിട്ടായിരിക്കും. സോ ഇങ്ങനെ എല്ലാ സംസാരവും അല്ലെങ്കിൽ കൂടുതലായി നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അതാണ് ഇങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു സൈൻ. നെക്സ്റ്റ് സൈൻ, ഡീപ്പ് കോൺവെർസേഷൻസ് നടത്തുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് എപ്പോഴും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരങ്ങനെയുള്ള സംസാരം നടത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുക, ഒരുമിച്ച് ലൈഫ് ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് കൃത്യമായി ഡിഫൈൻ ചെയ്യുക, ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അവർക്ക് എപ്പോഴും ഒരേ ഒരു കാര്യം മാത്രമേ സംസാരിക്കാനുണ്ടായിരിക്കുള്ളൂ, അവരുടെ ഫിസിക്കൽ നീഡ്സ്, ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമായിരിക്കും അവർ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുക, അത് മാത്രമായിരിക്കും കൂടുതലായിട്ട് സംസാരിക്കുക. ഒരു ഡീപ്പ് കോൺവെർസേഷൻസ് എന്ന് പറയുന്നത് അവരിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. സോ നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു സീരിയസ് ആയിട്ടുള്ള ടോക്ക് നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ അൺകംഫർട്ടബിൾ ആകുന്നുണ്ട്, അല്ലെങ്കിൽ ടോപ്പിക് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോമിസിങ് ടോക്കോ പ്രയോറിറ്റി ടോക്കോ ഒന്നും അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം, ഇതാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ മനസ്സിലാക്കാനുള്ള മറ്റൊരു സൈൻ. നെക്സ്റ്റ് വൺ, അവരൊരു കാര്യം നേടുന്നതിന് വേണ്ടി മാത്രമാണ് നിങ്ങളോട് അടുപ്പം കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ അടുപ്പം അവർക്ക് കിട്ടി, അല്ലെങ്കിൽ ആ ഒരു ക്ലോസ്നെസ് അവർക്ക് കിട്ടി, അവർ ഉദ്ദേശിച്ച കാര്യം അവർക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പിന്നീട് അവരുടെ എഫേർട്ട് കുറയുന്നത് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ആ ഒരു എഫേർട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ആകും എന്നുള്ളതാണ്. ഒരുപക്ഷെ അവരുടെ പ്രസൻസ് പോലും ഡിസപ്പിയർ ആകും. സോ ഇങ്ങനെ അവർ ഉദ്ദേശിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ അവർക്കൊരു ഇന്റൻഷൻ ഉണ്ട്, ആ ഒരു ഇന്റൻഷൻ നടപ്പിലായി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ എഫേർട്ട് ഡിസപ്പിയർ ആകുന്നുണ്ടെങ്കിൽ അതാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നെക്സ്റ്റ് ഒരു സൈൻ. ആൻഡ് ഫൈനലി, നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സേഫ്റ്റി അല്ല ഫീൽ ചെയ്യുന്നത്, മറിച്ച് കൺഫ്യൂഷൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈൻ. ബിക്കോസ് നിങ്ങളൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് അത്രത്തോളം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു റിലേഷൻഷിപ്പിന്റെ മീനിങ് എന്താണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺഫ്യൂഷൻസ് കൂടുകയില്ല.
അത് കുറഞ്ഞു കുറഞ്ഞു വരികയായിരിക്കും ചെയ്യുക. പക്ഷേ കൺഫ്യൂഷൻസ് കൂടുന്നുണ്ട്, ഒരു ക്ലാരിറ്റി ലഭിക്കാതിരിക്കുന്നുണ്ട്, മാത്രമല്ല ഒരു സേഫ്റ്റിയും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സൈൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ആ റിലേഷൻഷിപ്പ് ഹെൽത്തി വേയിൽ പോകേണ്ടതായിട്ടുള്ള മറ്റൊരു ഫാക്ടേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാം അതൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല. ഒരു വ്യക്തി ലവ് എന്നുള്ള ഒരു പേരിലല്ല റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. അവർ ഈ പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും ഒരു ഫിസിക്കൽ നീഡ് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും എന്നുള്ളത്. സോ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിലാണ് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്